ഹായ്, നമസ്കാരം. നമ്മളെ ചാനലിലുള്ള എല്ലാവർക്കും ഇന്നുകൂടി നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ കൃഷി രീതിയെ പറ്റിയാണ് കാണുന്നത്. പുതിയ കൃഷി രീതിയല്ല, നമ്മൾ മരച്ചീനി, ചേന, അതിന് രണ്ടാം വളം ചെയ്തതിന് ശേഷം അതിൻ്റെ മണ്ണ് ചിക്കി അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് പ്രത്യേകിച്ച് ജോലിക്കാരൊന്നുമില്ലാതെ സ്വന്തമായിട്ടുള്ള കൃഷിപ്പണികളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളുടെ കഴിഞ്ഞ പ്രവാസ ജീവിതം കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ മുടങ്ങിയെത്തി 4 വർഷം കൊണ്ട് നമ്മൾ സ്വന്തമായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടുന്ന സപ്പോർട്ട് നമ്മളുടെ വീട്ടിൽ നിന്ന് ഭാര്യയും മക്കളും എല്ലാവരും അതിനോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റോഡ് സൈഡാണ്, അതുകൊണ്ട് വണ്ടി പോകുമ്പോൾ ചിലപ്പം ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യതയാണ്. നമ്മൾ ഈ മരച്ചീനിക്ക് ഇപ്പം 2 ചിക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചേനയ്ക്ക്. ഇതിന് മരച്ചീനിക്ക് പ്രാവശ്യത്തെ എല്ലാം ഇങ്ങനെ ഇല കുരുടി പോകുന്നു. അതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് അതിന് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിഹാരം കണ്ടെത്തണം. നേരിൽ മറ്റു കുഴപ്പമൊന്നുമില്ല. ഈ പുല്ലിൻ്റെ ശല്യമാണ് കൂടുതൽ. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 ചിക്ക് ചിക്കിക്കൊണ്ടിരിക്കുന്നത്. കത്തിയായി ഒരാഴ്ച കൊണ്ട് മഴ പെയ്യാത്തതുകൊണ്ട് മണ്ണ് നല്ല കട്ടിയായി കിടക്കുകയാണ്. അതുകൊണ്ട് നല്ല കത്തി തറയാണ്. അത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ മറ്റീനിക്കും കേടുവരും. അതുകൊണ്ട് മണ്ണ് നല്ല കട്ടിയായിരിക്കുകയാണ്. അതുകൊണ്ട് മൺവെട്ടിക്ക് വെട്ടിയിട്ട് ഏൽക്കുന്നില്ല. നല്ല കട്ടിത്തറയായി. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ ഈ 2 ചിക്ക് ചിക്കി 3 മാസം പ്രായമായ മരച്ചീനിയാണ് ഇത് കാണുന്നത്. അതുപോലെ ചേനയും 3 മാസം പ്രായമായതാണ്. കുറച്ച് വാഴക്കൃഷികൾ ഇതിനോട് ചേർന്നുണ്ട്. അതൊക്കെ കൊല വന്നുകൊണ്ടിരിക്കുന്നു. അതിനും വളപ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കൃഷിക്ക് സാധാരണ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും ജൈവവളം, പച്ചച്ചാണകം, ചാരം ഇതൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. രാസവളങ്ങൾ അധികം പ്രയോഗിക്കാറില്ല. പിന്നെ ഇനി രാസവളത്തിൻ്റെ കുറവ് കൊണ്ടാണ് മരച്ചീനിയുടെ ഇല ഇങ്ങനെ വരുന്നതെന്നും അറിയാൻ വയ്യ. എന്തായാലും ഇതൊന്ന് മണ്ണ് പരിശോധന പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കിയെങ്കിലും അറിയാൻ പറ്റും. തറ നല്ല കട്ടിയായിരിക്കുക. വെയിലിന് മുമ്പ് കുറച്ച് ചെയ്യാമെന്ന് കരുതിയത്. നമ്മളുടെ ഈ മരച്ചീനി ഇല കുരുടുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മളുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അതിൻ്റെ കാരണം എന്താണെന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നതിന്. അങ്ങനെയുള്ള ഓരോ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ എന്തൊക്കെ മാറ്റം വരുത്താനുണ്ട്, എന്തൊക്കെയാണ് പുതിയ രീതികൾ, കാര്യങ്ങൾ, ഇതൊന്നും നമ്മൾ ജോലിക്കാരെ വെച്ചല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ. നാളെ നമുക്ക് പുതിയൊരു വീഡിയോയും പുതിയൊരു കൃഷി രീതിയെപ്പറ്റിയും നമുക്ക് കണ്ടുമുട്ടാം. അതുപോലെ തന്നെ എല്ലാവരും നമ്മളുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേണ്ടുന്ന അത്യാവശ്യ കാര്യങ്ങൾ അറിയിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി.